നമസ്കാരം. കവീസ് ഒഫീഷ്യലിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസങ്ങളായി ഞാൻ നിങ്ങളെ കണ്ടിട്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. ഇന്നത്തെ എൻ്റെ വിഷയം അമിതമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന പിറന്നാളുകളാണ്. അതായത് അമിതമായ ആഘോഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അക്രമാസക്തമായ ആഘോഷം. കുട്ടികൾ, പുതിയ യൂത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു പ്രതിഭാസം എന്ന് തന്നെ പറയട്ടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, 5-6 വർഷം മുമ്പാണ് ഞാൻ സ്കൂളിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10-13 വയസ്സുള്ള ഒരു സുന്ദരനായ ഒരു കുട്ടി അവൻ എൻ്റെ അടുത്ത് വന്നു. നല്ല കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ കുട്ടികൾ പിറന്നാളിന് സാധാരണ വരിക. ഭയങ്കര പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് പിറന്നാൾ ദിവസം. കാരണം കളർ ഡ്രസ്സ് ഇടാം എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഹൈലൈറ്റും. അപ്പോൾ അവര് വന്ന് എനിക്ക് സ്വീറ്റ്സ് ഒക്കെ തന്നു അവൻ. അപ്പം ഞാൻ കൈയൊക്കെ പിടിച്ച് പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ മോനെ, പുറത്തൊക്കെ തന്നെ. അപ്പോൾ ഹി ഈസ് വെരി ഹാപ്പി. ആൻഡ് ഞാൻ പറയുകയും ചെയ്തു, നല്ല ഡ്രസ്സാണല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ, സുന്ദരകുട്ടപ്പനായിട്ടുണ്ടല്ലോ. ഭയങ്കര സന്തോഷമായിട്ട് പുള്ളി തിരിച്ചുപോയി. അപ്പോൾ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, മിസ്സേ അവനെ ഒരു 13 അടി അടിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ അത്? കാരണം നമ്മുടെ പിറന്നാളിന് നമ്മൾ മാക്സിമം കണ്ടിട്ടുള്ളത് ഒന്ന് എന്താ പറയുക, വിഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അല്ല, അന്നവൻ്റെ പിറന്നാളാ. പക്ഷെ പിറന്നാളിന് എന്തിനാ 13 അടി അടിക്കണേ? ബർത്ത്ഡേ ബാഷ് എന്നൊരു സംഭവം ഉണ്ട് അത്രേ, കുളിച്ചിർത്തി ഇടിക്കുക 13 അടി. ഈ ക്ലാസ്സിലെ കുട്ടികളും അവൻ്റെ ഫ്രണ്ട്സും മുഴുവൻ ഇടിച്ചവൻ്റെ അവസ്ഥ എന്താവും? എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ ഈ പയ്യനെ കുറേ ചീത്ത വിളിച്ചു, പറഞ്ഞ പയ്യനെ, കൂട്ടുകാരനെ കുറേ ചീത്ത വിളിച്ചു. അവൻ ആകെ സ്തംഭിച്ചു പോയിട്ടോ എൻ്റെ ചീത്ത കേട്ടിട്ട്. ഞാൻ ചോദിച്ചു, തനിക്ക് നാണുണ്ടോ അത് പറയാനായിട്ട്? കാരണം ഈ കുട്ടി ജനിച്ച ദിവസം, അത് നമ്മൾ ജനിക്കുന്ന ദിവസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ള ദിവസമാണ്. നമ്മുടെ അമ്മയ്ക്കും നമുക്കും ഉള്ള ആ ഒരു കണക്ഷന്റെ ദിവസമാണ് ബർത്ത്ഡേ എന്ന് പറയുന്നത്. അപ്പൊ അച്ഛൻ, അമ്മ, നമ്മൾ ആ ഒരു ബന്ധത്തിന്റെ ഒരു വലിയൊരു വാല്യൂ ആണ് ജനന ദിവസം. ഈ ജനിച്ച ദിവസം ഇങ്ങനെ കുറിച്ച് നിർത്തിയെടുക്കാതെ ആ സന്തോഷം പങ്കുവെച്ച് വല്ല മധുരവും നൽകി സ്വീകരിച്ച് നമ്മൾ അവരെ സന്തോഷിപ്പിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശിച്ചപ്പോ ആള് പോയി. പിന്നെ അവർ ചെയ്തിട്ടുണ്ടാവണം, അവര് ആഘോഷിച്ചിട്ടുണ്ടാവണം. ഇപ്പോ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ കാണാനിടയായി. ഇതുപോലെ ചെറുപ്പം കുട്ടികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേക്കിലേക്ക് മുഖം പിടിച്ച് താത്തുകയാണ്. പിന്നെ കാണുന്നത് മുഖത്ത് ഇങ്ങനെ കേക്കൊക്കെ പുരട്ടി ആകെ ഫേഷ്യൽ ചെയ്യുന്ന ഒരവസ്ഥ. ചിലർക്ക് ആ കേക്ക് പറ്റില്ല, ചിലർക്ക് ഭയങ്കര ഈ വീസിങ് പ്രോബ്ലം ഉള്ളവരുണ്ടാവും. കേക്കിലൊക്കെ വന്ന് മുഖം താഴ്ത്തുക, അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ അതൊരു വിഷമഘട്ടത്തിലേക്ക് മാറുകയാണ്. ഇപ്പൊ റീസെന്റ് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഭയങ്കര വിഷമായത് കണ്ടപ്പോൾ. കാരണം ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുക, വിദേശത്ത് വന്നൊരു വീഡിയോ ആണ്. ആഘോഷിച്ചുകൊണ്ടിരിക്കുക ഈ കുട്ടിയുടെ മുഖം പിടിച്ച് ഈ കേക്കിലേക്ക് താത്തിയപ്പോൾ അതിൽ 2 ചെറി ഉണ്ടായിരുന്നു. ആ കേക്കില് ആ ചെറി കുത്തി വെച്ചിരുന്ന 2 സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടായിരുന്നു. ഈ 2 സ്റ്റിക്കും ഈ കുട്ടിയുടെ കണ്ണിലേക്ക് തറച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കാണാം. കണ്ണിന്റെ കാഴ്ച അപ്പോഴേ പോയി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിനായിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ യുവജനതയോട് തന്നെ പറയട്ടെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, ആരും തന്നെ ഇത്തരത്തിലുള്ള അക്രമാസക്തമായ ബർത്ത്ഡേ പാർട്ടികൾ ചെയ്യരുത്. അതൊരു ചെറിയ റിക്വസ്റ്റ് ആണ്. പല അച്ഛനമ്മമാർക്കും കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കോളേജ് തലത്തിലൊക്കെ, ഹോസ്റ്റലുകളിലൊക്കെ ഈ കുട്ടികളെ നിർത്തി ഇടിച്ചിട്ട് ചിലർക്ക് ശ്വാസം കിട്ടാതെ ഹാർട്ട് ബ്രേക്ക് ചെയ്ത് ചോര ഛർദ്ദിച്ച് മരിച്ചിട്ടുള്ള ഇൻസിഡൻസ് കണ്ടമാനം ക്യാമ്പസുകളിൽ നടന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു ന്യൂസും ആണിത്. അപ്പൊ ഇങ്ങനെ എന്ന് ചിന്തിച്ചപ്പോൾ ഞാനിത് എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞു, അമ്മ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഇടി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യണ വീഡിയോസും നമുക്ക് ഫോട്ടോസും അയച്ചു തരുമ്പോഴേ. പക്ഷെ അതൊക്കെ ഇന്നത്തെ കാലത്ത് ആഘോഷിക്കുന്ന രീതികളാണെന്നാണ് പറയണേ. പക്ഷെ ആ രീതികളോട് എനിക്ക് തീരെ യോജിപ്പില്ല. എന്നെ പോലെ തന്നെ ആയിരിക്കും അമ്മമാരായിട്ടുള്ളവരും അല്ലെങ്കിൽ അച്ഛന്മാരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും തീരെ യോജിപ്പുണ്ടാവാൻ സാധ്യതയില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്. നിങ്ങൾ ആഘോഷിച്ചോളൂ, അവരെ സ്വീറ്റ്സ് തന്ന് നിങ്ങളെ സന്തോഷിപ്പിച്ചോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബർത്ത്ഡേ പാർട്ടി ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചെന്ന് നിങ്ങൾക്ക് സന്തോഷിപ്പിച്ചോട്ടെ. പകരം നിങ്ങൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തോളൂ, നമുക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ ഇത്തരത്തിലുള്ള, അതായത് നമ്മൾ ജീവിതത്തിൽ ആ ഒരു ജനന തീയതി ഇവരുടെ മറക്കാൻ പറ്റാത്ത മരണ തീയതിയിലേക്ക് ഒരിക്കലും മാറ്റരുത് എന്നൊരു കൊച്ചു റിക്വസ്റ്റാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലോട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇനിയുള്ള, നമ്മളൊരാള് കുറേ തവണ പറയുമ്പോൾ ഇനിയുള്ള ജനറേഷനെങ്കിലും അത് ശ്രദ്ധിക്കാമല്ലോ. കാരണം അതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. പല വീഡിയോസും നമ്മൾ കാണുമ്പോഴും പല മെസ്സേജസ് നമ്മൾ പാസ് ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുവരെയുള്ളത് സംഭവിച്ച കാര്യങ്ങൾ ഇനി സംഭവിക്കാതിരിക്കാൻ ഇത് ശ്രദ്ധിക്കണം എന്നുള്ളത് എൻ്റെ വളരെ വിനീതമായിട്ടുള്ള റിക്വസ്റ്റ് ആണ്. പുതിയ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻജോയ് ചെയ്യണം. എൻജോയ് ദ ഫുള്ളസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ആ ഏജ് എല്ലാം എൻജോയ് ചെയ്യാനുള്ള ഏജ് തന്നെയാണ്.
പക്ഷേ മറ്റുള്ളവർക്ക് ശല്യമാകുന്നു, മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ ഒരു എൻജോയ്മെന്റും വേണ്ട. അതാണ് എനിക്ക് കൺവേ ചെയ്യാനുള്ള മെസ്സേജ്. കാരണം വളരെയധികം പാരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കേക്കൊക്കെ എടുത്ത് ഫേഷ്യലി അതിന്റെ ക്രീംസ് ഒന്നും ചിലപ്പോൾ പറ്റില്ല, നമുക്ക് മൂക്കിലൊക്കെ കയറി ഇഷ്യൂസ്, അതൊരു വകുപ്പ്. രണ്ടാമത്തെ ഇഷ്യൂ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ, ഉള്ളിൽ ചിലപ്പോൾ ഫയർ വർക്ക്സ് ഒക്കെയുള്ള കേക്കൊക്കെ ഉണ്ട്, അതൊക്കെ മുഖത്ത് പൊട്ടിത്തെറിച്ചിട്ടുള്ള അപകടങ്ങൾ, അത്തരത്തിലുള്ളതൊന്നും സംഭവിക്കരുത്. പ്രത്യേകിച്ച് ഈ അടി, ബർത്ത്ഡേ ഭാഷ എന്ന് പറയുന്ന സംഗതി ഒഴിവാക്കുക. കാരണം കുട്ടികളെ നിങ്ങൾക്ക് അറിയില്ല, ഇന്നത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വൺ വേ ഓർ അതർ വേ ദേ ആർ വീക്ക്. അസുഖം പിടിക്കാനുള്ള സാധ്യതകളും എന്തെങ്കിലുമൊക്കെ സുഖങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും, ആഫ്റ്റർ കൊറോണ എസ്പെഷ്യലി. അപ്പൊ നമ്മൾ അതിന് മുന്നേ ആയാലും അടിക്കാനും ഇടിക്കാനും നമ്മൾ ആളല്ല. നമ്മൾ അവരുടെ സന്തോഷത്തിൽ വട്ടെവർ ദാറ്റ് എന്താ പറയാ ഫങ്ഷൻ, അവരുടെ സന്തോഷത്തിൽ പങ്കെടുത്ത് ആ സന്തോഷത്തെ ഇരട്ടി മധുരമാക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥനയാണ്. താങ്ക് യു.